നമസ്കാരം. നേരിലേക്ക് സ്വാഗതം. നേരിൽ ഇന്ന് അതിഥി ആയി എത്തിയിരിക്കുന്നത് അതിജീവന പോരാട്ട വേദിയുടെ ചെയർമാൻ റസാഖ് ചൂരുവേലിയാണ്. ഈ അഭിമുഖം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അല്ല, ഈ അഭിമുഖത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് 1960 ഭൂനിയമവും 1964 ചട്ടവും ഭൂപതിവ് ചട്ടവും പരിഷ്കരിച്ചുകൊണ്ട് ഗവൺമെൻറ് പുതുതായി ഒരു ചട്ടം 2025 രൂപീകരിച്ചു. സബ്ജക്റ്റ് കമ്മിറ്റി പാസ്സാക്കിയപ്പോൾ അത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാനായി മാറ്റിവെച്ചിരിക്കുകയെ രണ്ട് തരം പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും പറയുന്നത് ഇത് 6.5 പതിറ്റാണ്ട് കാലത്ത് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരം, ഇതൊരു മാഗ്ന കാർട്ട. ഇത് ഓണത്തിന് ഉള്ള മലയാളികൾക്ക് ആകെ നൽകിയ സമ്മാനം, ഇടതു സർക്കാരിൻ്റെ സമ്മാനം എന്ന് ഇടതു സർക്കാരും അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളും വിശേഷിപ്പിക്കുമ്പോൾ അതിജീവന പോരാട്ട വേദി പോലുള്ള സംഘടനകളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 111ഓളം സ്വതന്ത്ര കർഷക സംഘടനകളും UDFും കോൺഗ്രസും BJPയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ശക്തിയുക്തം ഈ ചട്ടത്തെയും നിയമത്തെയും എതിർക്കുന്നു. അപൂർവം ചില സഭ സംഘടനകൾ സ്വാഗതം ചെയ്തെങ്കിലും അവരും ഈ ചട്ടത്തെയും നിയമത്തെയും വിമർശിക്കുന്നു. പോരായ്മകളോട് വിമർശിക്കുമ്പോൾ ഇത് വലിയൊരു സമ്മാനമായി ആണ് ഇടതുപക്ഷം ചിത്രീകരിക്കുന്നത്. ഈ വിഷയത്തെ സൂക്ഷ്മമായി അപഗ്രഥനം ചെയ്യുകയാണ് ഈ ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ ചെയ്യുക. നമസ്കാരം ശ്രീ റസാഖ് ചൂരുവേലി. റസാഖ്, ഇപ്പം ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഒരു നീണ്ട ആമുഖം തന്നെ പറയേണ്ടി വന്നു. പ്രധാനമായും ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്, സർക്കാർ ഒരു നല്ല പദ്ധതി ജനങ്ങളുടെ മൊത്തം ക്ഷേമത്തിനും ഈ ഭൂമിയുടെ തന്നെ പ്രശ്നങ്ങൾ മാറ്റുമെന്നും അവകാശപ്പെട്ടുകൊണ്ട് ഇറക്കിയ നിയമം, ചട്ടം ഭേദഗതി ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ചട്ടത്തിനപ്പുറം നിയമം തന്നെ ഭേദഗതി ചെയ്തു. നിയമം ഭേദഗതിക്ക് ശേഷം പുതിയ ചട്ടവും കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറയുന്നു ഇതൊന്നും ശരിയല്ല, ഇത് ഭയങ്കര ആപത്കരമാണ് എന്ന് പറയുന്ന പ്രകോപനപരമായ പ്രസ്താവനകളുമായി നിങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഇത്തരത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന നല്ല പദ്ധതികളെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ശരിക്കും ഈ നിയമത്തിൻ്റെ ഒരു ജനത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിയമക്കുരുക്കായി മാറ്റിയത് ഇടത് ഗവൺമെൻറ് 6.5 പതിറ്റാണ്ട് കാലം മുമ്പ് എന്നുള്ള നുണയിൽ തുടങ്ങി, ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട ആമുഖം തുടങ്ങി. ഇതിനായി ഇടതുപക്ഷ ഗവൺമെൻറ് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശുദ്ധ അസംബന്ധവും നുണയുമാണ്, ഭീതിജനകവുമാണ്. കാരണം ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഒരു ഇപ്പോൾ നേരത്തെ കണ്ടിട്ടില്ലേ ഈ ഏറ്റുമുട്ടൽ കൊല, എന്നിട്ട് വേറെ കുറ്റം ആരോപിക്കുന്നു, ആ നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ അപകടകാരിയായി മാറിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഒന്ന്, 1950-40 കാലത്ത് കട്ടപ്പന ടൗണുണ്ട്, സിറ്റിയുണ്ട്. ഈ നിയമം ഉണ്ടാവുന്നത് 1964 60 നിയമത്തിൽ ചട്ടം ഉണ്ടാകുന്നത് 64. അവർക്ക് എങ്ങനെയാണ് കട്ടപ്പന സിറ്റിയിലെ ബിൽഡിങ്ങുകൾ നിയമവിരുദ്ധം എന്ന് പറയാൻ കഴിയുക? ഈ ഹെൽമറ്റ് നിയമം വരുന്നതിന് 50 വർഷം മുമ്പ് ഒരു ബൈക്ക് ഓടിച്ചവരെല്ലാം നിയമവിരുദ്ധം പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ടോ? അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് ഒരുപാട്, ഒന്ന് ചരിത്രപരമായി ഈ ഭൂമി ആരുടേതാണ്? LDF ഗവൺമെൻറ്റിൻ്റെതാണോ? CPM-കാരെല്ലാം കൂടി വെള്ളം മേടിച്ച് ഞങ്ങൾക്ക് തന്നതല്ല. ഇത് 1900 കാലഘട്ടം മുതൽ കൈമാറി വരുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അവിടെ അപൂർവം കക്ഷികൾക്ക് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ട്. കാരണം സർക്കാരിൻ്റെ ഭൂമി കൊടുക്കുക, അതിന് പട്ടയം കൊടുക്കുക, അതിന് ചില ഉപാധികൾ അവർക്ക് വയ്ക്കാം. കാരണം അവരന്ന് സൗജന്യം കൊടുക്കണതാണ്. നമുക്കൊന്നും 90% ജനതയ്ക്ക് തന്ന ഭൂമി കേരള സർക്കാർ തന്നതല്ല. ആ തെറ്റിദ്ധാരണ ആദ്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞ ചരിത്രബോധമില്ല, പത്രം പോലും വായിക്കില്ല. നിയമസഭയെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാന്നാ ചോദിക്കണത്? നിയമസഭയെ ഉപദേശിക്കേണ്ടത്, നിയമസഭ നിർമ്മിക്കുന്നത് ആരാ? പൗരരായ നമ്മളാണ്. നമ്മൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കാനാ 140 വിട്ടേക്കണേ. അവനെ ഉപദേശിക്കാനും നമുക്ക് അവകാശമുണ്ട്. ആ ഉപദേശിക്കാൻ, നിയമം നിർമ്മിക്കാൻ അറിയില്ലാത്തതാണല്ലോ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം.
നിയമം നിർമ്മിക്കാൻ അറിയാവുന്ന ഒരു നിയമസഭയല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിൻ്റെ അകത്ത് ഈ പറയപ്പെടുന്നതെല്ലാം, ഈ പറയുന്ന നിയമം ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് 2019 ഇടുക്കി ജില്ലയ്ക്കായി റവന്യൂ വകുപ്പിട്ട ഉത്തരവിലൂടെയാണ്. അത് ചോദ്യം ചെയ്ത് പോയതിലൂടെയാണ് സുപ്രീം കോടതി പോയത്. അവിടെയും ഗവൺമെന്റ് വാദിച്ചത് ഇടുക്കിക്ക് ഇത് വന്നേ പറ്റൂ, കൊടുത്തേ പറ്റൂ എന്ന് തന്നെയാണ്. ഞങ്ങൾ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ല എന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. രേഖകൾ വെച്ചാൽ ഞങ്ങൾ സംസാരിക്കണം. ഒന്ന്. മറ്റൊന്ന്, ഈ നിയമത്തിന്റെ ആമുഖം തന്നെ പറയുന്നു മൂന്നാറിലെ ഭൂപ്രശ്നം എന്നാണ് പറയുന്നത്, കയ്യേറ്റവുമായി ബന്ധപ്പെട്ട്. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഈ നിയമമല്ല ബാധകം. കാരണം 1957 ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് ഈ കക്ഷികളെ ജയിലിൽ വിടാൻ പോലും ഇപ്പം നമുക്ക് ഭേദഗതിയിലൂടെയൊക്കെ നമ്മൾ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ജയിലിലിടണം, ആരും ജയിലിടാറില്ല. ഇവർ ഈ മാഫിയ, അതുപോലെ കയ്യേറ്റക്കാര്, അനധികൃത നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് ഒരു പെപ്പിടി സൃഷ്ടിച്ചിട്ട് ഈ ആളുകളെ കൊള്ളയടിക്കുക, എന്നിട്ട് ഇടയ്ക്ക് സഹായിച്ചു എന്ന് വരുത്തുക തുടങ്ങിയുള്ള ഒരു ഭയങ്കര മനസ്സിലാകാൻ പറ്റാത്തൊരു നാടകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തന്നെയല്ല, മൂന്നാർ പ്രദേശത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു റവന്യൂ പ്രദേശത്തിന്, KDH എന്ന് പറയുന്ന മഹാപ്രദേശത്തിന്, ഇപ്പം 3 വില്ലേജ് പ്രദേശമായി മാറിയിട്ടുള്ളിടത്ത് 1971 KDH ആക്ടും 77 ചട്ടവുമാണ് നിലനിൽക്കുന്നത്. ഈ നിയമവുമായിട്ടോ ഈ ചട്ടവുമായിട്ടോ മൂന്നാർ പ്രദേശത്തിന് ബന്ധമില്ല. അപ്പോൾ ഇവര് കോടതി വിധിയാണെന്ന് പറഞ്ഞ നുണയാണ്. ഇവർ ഈ നിയമം മൂന്നാറിലെ പ്രശ്നം പരിഹരിക്കാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നതിനാണ്. കയ്യേറ്റ വിഷയം പറഞ്ഞു, അത് നുണയാണ്. അങ്ങനെ സത്യം പറഞ്ഞ ഒരു പോയിന്റ് പോലും ഇതിലില്ല എന്നാണ്. ഈ 1964 ചട്ടം, അതായത് 60 നിയമത്തെ തുടർന്ന് 1964 രൂപീകരിച്ച ചട്ടത്തിന്റെ 4-ാം ചട്ടം. അപ്പോൾ ആ ചട്ടത്തിന്റെ 4-ാം ചട്ടം ഈ ഭൂമി എന്താ ആവശ്യത്തിന് വിനിയോഗിക്കണം എന്നത് സംബന്ധിച്ച് 4-ാം ചട്ടത്തിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. 4-ാം ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം, അതായത് ഭൂമി കൃഷിക്കും വീട് വെച്ച് ഗൃഹനിർമ്മാണത്തിനും ബെനഫിഷ്യറി എൻജോയ്മെന്റ്, അതായത് ഒരു തൊഴുത്തോ എന്തൊക്കെ പണിത് അങ്ങനെ ഒരു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി പതിച്ചു കൊടുത്തത്. എന്നാൽ ഈ ഭൂമിയിൽ വാണിജ്യ നിർമ്മാണങ്ങൾ വന്നു. വാണിജ്യ നിർമ്മാണങ്ങൾ വന്നാൽ ചട്ടലംഘനമാണ്. അങ്ങനെ ചട്ടലംഘനം നീക്കാൻ അല്ലേ ഗവൺമെന്റ് ശ്രമിച്ചത്? അതിനകത്ത് ഭൂമി 2 തരത്തിലുണ്ട്. ഒന്ന് ഒക്യുപ്പൈഡ് ലാൻഡും മറ്റൊന്ന് അൺഒക്യുപ്പൈഡ് ലാൻഡും. ആ അൺഒക്യുപ്പൈഡ് ലാൻഡ് ഒരു കൃഷിക്കായിട്ട് കൊടുക്കുന്നു എന്നുള്ള ഉപാധി ഒക്കെയാണ്. സത്യത്തിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ചട്ടം അത്. കാരണം ഭൂമിയും പട്ടയവും കൊടുക്കുന്നു. അപ്പോൾ അവർ 12 വർഷത്തേക്ക് വിൽക്കാൻ പാടില്ല, ഇത് കൃഷിക്കായി നൽകുന്നു എന്നൊക്കെ പറയാം. അപ്പോഴും ഉപാധിക്ക് ഒരു നിശ്ചിത കാലപരിധി ഉണ്ടാവണം. കാലാകാലം എന്നുള്ളൊരു നിയമം ഇല്ല. അപ്പോൾ ആ വിഭാഗത്തിലാണ് സത്യത്തിൽ ഈ 4-ാം ചട്ടം എന്നുള്ളത് ലക്ഷ്യമിട്ടത്. ഇവരെന്ത് ചെയ്തു? ഒരു നൂറ്റാണ്ട് കാലമായി കൈവശം വെച്ച് ഈ ഭൂമി എൻ്റേതാണെന്നുള്ള രേഖ ചോദിച്ചവനെയും ആ പട്ടികയിൽപ്പെടുത്തി. ഞങ്ങൾ തന്നുന്നാക്കി. ആ വ്യത്യാസമാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ആ വ്യത്യാസം ഭരണകൂടത്തിന് വരാൻ കാരണവും കോടതിക്ക് വരാൻ കാരണവും ചരിത്ര പശ്ചാത്തലം കൂടി കൂട്ടി വേണമായിരുന്നു ഇതിനെ വിലയിരുത്താൻ. നിയമം എന്നുള്ളത് നമ്മളുടെ ജീവിതത്തെ ഇല്ലാതാക്കാനോ ഒരു സമൂഹത്തിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലല്ലോ. ഒരു നല്ലൊരു സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കാനാണ് നമ്മൾ നിയമം ഉണ്ടാക്കണം. ഇവർ നിയമത്തിലൂടെ വലിയൊരു ജനതയെ ഭരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു സമൂഹത്തിനാകെ കൊടുത്തിരിക്കുന്ന പട്ടയം കൃഷിക്കും വീഴുന്നു. ആ കാലത്ത് തന്നെ ടൗൺഷിപ്പുകൾ ഉണ്ട്. അപ്പം അങ്ങനെ പറയാൻ കൊള്ളാമോ? ഇനി അങ്ങനെ പറഞ്ഞാൽ തെറ്റ് തിരുത്തുകയല്ലേ വേണ്ടേ? ആ തെറ്റ് തിരുത്തുന്നതിന് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണോ? ഇപ്പോൾ കൃഷിക്കും വീഴണം എന്ന് പറയുന്നത് കേവലം ചട്ടത്തിൽ മാത്രമാണ്. നിയമത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ കൃഷിക്കും വീഴണം? പരമപ്രധാനമായ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ നിയമത്തിന്റെ ആമുഖം എന്താണ് പറയുന്നത്? ആ നിയമം തന്നെ പറയും. നിയമത്തിന്റെ ആമുഖം തന്നെയാണ് ആത്മാവ്. ഒരു നിയമം കൊണ്ടുവരുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതിന് കൃത്യമായ ഒരു വിഷയം ഉണ്ടാവണം. ആ വിഷയം എന്നുള്ളത് ഈ രാജ്യത്തെ ഭൂ ഉടമകൾക്ക് ആശങ്കയോ സംശയമോ കൂടാതെ അവന് സ്വതന്ത്രമായി വിനിയോഗിക്കുന്നതിനാണ് കേരള നിയമസഭ 1960 നിയമം കൊണ്ടുവരുന്നതെന്നാണ് ആമുഖം പറയുന്നത്. അപ്പം ആത്മാവ് പറയുന്നത്. അപ്പം അടിസ്ഥാനം മനസ്സിലായി, എൻ്റെ ഉദ്ദേശലക്ഷ്യം മനസ്സിലായി. മറ്റൊന്ന്, ആ നിയമത്തിൻ്റെ സെക്ഷൻ 3 പറയുന്നു ഗവൺമെന്റിന് എന്തും ചെയ്യാം. ഉപാധി വെച്ച് കൊടുക്കാം, ഉപാധി ഇല്ലാതെ കൊടുക്കാം, പാട്ടത്തിന് കൊടുക്കാം. ഇതെല്ലാ അധികാരാവകാശമാണ് ഈ 60 നിയമം കൊടുത്തിരുന്നത്. അതേ നിയമത്തിൻ്റെ സെക്ഷൻ 7 ചട്ടനിർമ്മിതിക്കുള്ളതാണ്. അതിൽ 7(1) എന്ന് പറയുന്നത് ഏതൊരു ചട്ടം നിർമ്മിക്കാനും ആ ചട്ടം മുൻകാല പ്രാബല്യത്തോടെയോ പിൻകാല പ്രാവർത്തികമാക്കാൻ ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സമ്പൂർണ്ണ അധികാരമാണ്. ഇത്രയും അധികാരം അവിടെ നിൽക്കുന്നു. ഇനി പട്ടയക്കാരന് വേണ്ട നിയന്ത്രണങ്ങളും മറ്റ് പരിധികളും വ്യക്തമാക്കുന്ന ഒരു നിയമം അതിൻ്റെ അകത്തുണ്ട്.
8-ൽ പറഞ്ഞോ? 8-ലാണ് പറയേണ്ടത് ഇത് കൃഷിക്കാണ് ഈ ഗവൺമെന്റ് ഈ ഭൂമി മുഴുവൻ പതിച്ചു കൊടുക്കണമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഒരു പോയിന്റ് എന്തുകൊണ്ട് കേരള നിയമസഭ പാസാക്കിയ നിയമത്തിലില്ല? അതിലില്ലാത്ത മർമ്മപ്രധാനമായ ഒരു നിയന്ത്രണം കേവലം ഒരു ചട്ടത്തിൽ, ഈ അണ്ടർ സെക്രട്ടറിമാർ എഴുതി തള്ളിക്കൂട്ടുന്ന ചട്ടത്തിൽ എന്തിനു കൊണ്ടുവന്നു? അതെന്തിന് ഗവൺമെന്റ് അംഗീകരിച്ചു? ഇതാണ് ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നം. അപ്പൊ നമുക്ക് ഉള്ള പ്രശ്നം ഈ 4-ാം ചട്ടം അല്ല 93 ആണെങ്കിലും 3-ാം ചട്ടം തുടങ്ങിയുള്ള ചട്ടങ്ങളിൽ അനാവശ്യമായതും ഉപാധിക്ക് വേണ്ടി അല്ലാതെ നിർണയിക്കപ്പെട്ടതുമായ ഈ പറയുന്ന ചട്ടങ്ങളെ ഒറ്റ ഇതുകൊണ്ട് റദ്ദാക്കപ്പെടാൻ പറ്റും. ഒറ്റ തീരുമാനത്തിലൂടെ, ഒറ്റ വിജ്ഞാപനത്തിലൂടെ റദ്ദാക്കി കളയാം. അത്ര സിമ്പിളായിട്ട് ഈ ജനത്തെ ബുദ്ധിമുട്ടിക്കാതെ ലക്ഷക്കണക്കിന്, എത്ര ലക്ഷമാണെന്ന് നിങ്ങൾ വിചാരിച്ചേ? ഇപ്പൊ റവന്യൂ മന്ത്രി പറഞ്ഞു വീട്. അല്ല, ഞാൻ അതിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യത്തിൽ എങ്ങനെ തിരുത്താം ഈ ചട്ടത്തില് അവിടെയാണല്ലോ പറഞ്ഞു വെക്കേണ്ടത്. അതായത് ഇപ്പൊ റസാഖ് പറഞ്ഞു വന്നത് ഇത് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മറ്റു തിരുത്താം. അതെങ്ങനെ തിരുത്താം? നമുക്ക് 2-3 വഴികളുണ്ട്. ഒന്ന്, ഒരു ചട്ടപ്രശ്നം മാത്രമാണ്. ആ ചട്ടത്തിലേക്ക് ഈ ഇതര ഉപയോഗങ്ങൾ എന്നുള്ള ഒരു വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവർക്ക് ചട്ടം ഭേദഗതി ചെയ്യാം. അതിന് മുൻകാല പ്രാബല്യം കൊടുക്കും. അതിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് അതിന് പലതരത്തിലുള്ള നിയമ തടസ്സങ്ങളും അത് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാം. അതുകൊണ്ട് കോടതിയിലൊന്നും പോയി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾ നിയമം തന്നെ പരിഷ്കരിച്ചു. 2, പുതിയതായി ഒരു ചട്ടം തന്നെ, ദീർഘമായിട്ടുള്ള ഒരു ചട്ടം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ചട്ടം ഉണ്ടാക്കിയിരിക്കുമ്പോൾ അതിന് സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? അല്ല, രാജ്യത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നിയമവും ഇല്ലെന്നുള്ളത് ഭരണഘടന പോലും നമുക്ക് ചോദ്യമൊക്കെ ചെയ്യാം. അത് തന്നെ അസംബന്ധവും ഇവരെ എത്രമാത്രം അജ്ഞതയിലാണെന്നും ഇരുളിലാണെന്നും തെളിയിക്കുന്ന ഒറ്റ വാക്കാണ് ഒരു കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ പാടുന്ന നിയമം ഞങ്ങൾ ഉണ്ടാക്കി. ഇവർ വിചാരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അങ്ങനെയാണ്, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. ചോദ്യം ചെയ്യപ്പെടാൻ മിക്കവാറും അവരെ കൊന്നുകളയും. ഇത് ജനാധിപത്യ ഭരണകൂടമാണ്, മഹത്തായ ഭരണഘടന ഇരിക്കുന്നുണ്ട്. അത് പ്രകാരം രാജ്യത്ത് പൗരന് സംശയമെന്ന് തോന്നിയാൽ എന്തിനേയും നിയമപ്രകാരം നിയമവഴികളിൽ ചോദ്യം ചെയ്യാം. അത് ചോദ്യം ചെയ്യപ്പെടാത്ത നിയമം ഉണ്ടാക്കിയെന്ന് എപ്പോഴും ജോയിസ് ജോർജിനെ പോലുള്ള മുൻ MP വരെ പറയുമ്പോൾ ഞങ്ങൾ നാണിച്ചു നിൽക്കുക. ഒരു സമൂഹത്തിന് മുമ്പിൽ, ആധുനിക പ്രബുദ്ധ ജനതയ്ക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നിയമം ഞങ്ങൾ ഉണ്ടാക്കിയേ എന്നുള്ള ആ വിളിച്ചു പറച്ചിൽ തന്നെ അവിടെ തന്നെ ഞങ്ങൾ സ്തംഭിച്ചു പോയിരിക്കുക. അപ്പോൾ നമുക്കിത് മാറ്റാൻ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഈ ചട്ടം റദ്ദ് ചെയ്ത് കളയാം. ഒരു ആവശ്യമില്ലാത്ത മുൻപ് ഇത്തരത്തിലെ ചട്ടം റദ്ദ് ചെയ്യാനുള്ള അവകാശം ഇഷ്ടംമാതിരി നമുക്ക് 7(1) എന്ന് പറയുന്ന നിയമത്തിന്റെ സെക്ഷൻ മാറ്റിയേക്കണത് 2012. അതെന്താണെന്ന് വെച്ചാൽ മുൻകാല പ്രാബല്യം കൊടുക്കാൻ അവർക്ക് അധികാരമില്ലായിരുന്നു. അപ്പൊ ആ നിയമം തന്നെ ഭേദഗതി ചെയ്തിട്ടുണ്ട് 2012. അപ്പൊ ആ നിയമത്തിന് അധികാരമുണ്ട്. പിന്നെ എന്തിനാണ് അവിടെയാണ് നമ്മൾ 2023 നിയമം ദുരുദ്ദേശപരം. ഈ ആളുകളുടെ പോക്കറ്റ് അടിക്കാനുള്ള ഇടതുപക്ഷ മനോഭാവത്തിന്റെ കൃത്യമായ തെളിവാണ് ഈ നിയമം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സംഘടനയുടെ പരിമിതി കൊണ്ട് ഇവരിലേക്ക് അത് വേണ്ട പോലെ എത്തിക്കാൻ പരിശ്രമിച്ചു. ഞങ്ങൾ 6 വർഷത്തോളം ഞാൻ ഞങ്ങൾ ചെയ്ത പണി ലോകത്താരും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ 150 MLA കണ്ടു, അവരെ കാലുപിടിച്ചു. ഇത് ദുരന്തമാണ്, ഈ കൊണ്ടുവന്ന നിയമം കേരളം കണ്ട ഏറ്റവും വലിയ കരിനിയമമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുത്ത ആ കോപ്പി സനീഷ് കുമാർ നിയമസഭയിൽ വായിച്ചു, കർഷക സംഘടന തന്നാന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്തു. അവസാനം ഐക്യകണ്ഠേന പാസ്സാക്കി. നമ്മൾ ഗവർണറെ കണ്ടത് ഇത് തന്നെ പറഞ്ഞു, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ആ കാരണം പറഞ്ഞു തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 സമത്വത്തിനെതിരെ, മനസ്സിലായോ? സ്വത്ത് സമ്പാദനത്തിന്റെ അവകാശത്തിനെതിരെ 10%, ഞാൻ 1 കോടി രൂപയ്ക്ക് ആദായം ചെയ്യുമ്പോൾ 10% സ്റ്റാമ്പ് ഡ്യൂട്ടി മേടിക്കണ്ടേ? ചുമ്മാ ഇരുന്ന് മേടിക്കണമല്ല. സ്റ്റാമ്പ് ആക്ടിന് വിരുദ്ധമാണിത്. സ്റ്റാമ്പ് ആക്ട് നമുക്ക് നമ്മുടെ ഇതിന് ഗ്യാരണ്ടി തരുന്നുണ്ട്, അതിനെതിരാണ് തുടങ്ങിയുള്ള ഒട്ടേറെ കുറ്റപത്രങ്ങളാണ് ഞങ്ങൾ ഈ ഗവർണർക്ക് കൊടുത്തിട്ടുള്ളത്. ഇല്ലായ്മയൊന്നുമില്ല. ഇനി ഇവർ പറയുന്നുണ്ടല്ലോ, ഇവർ കോടതി ചോദിച്ചാൽ 30 ദിവസം മതി, അതിജീവന പോരാട്ട വേദിക്ക് 30 ദിവസം മതി സാധനം റദ്ദ് ചെയ്യാൻ. ഞാൻ വെല്ലുവിളിച്ച് തന്നെ പറയാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാത്തത്, ഇവർ അതേ കയറി പിടിച്ചിട്ട് പറയും ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന സമ്മാനം ഇടയ്ക്ക് വെച്ച് അതിജീവന പോരാട്ട വേദിക്ക് തട്ടിപ്പറിച്ചു എന്ന് പറയും. അപ്പോൾ ആദ്യം ജനം അറിയട്ടെ, ഇടതുപക്ഷ ഗവൺമെന്റ് അവന്റെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുക എന്നുള്ളത് തിരിച്ചറിയുന്ന നിമിഷം ഈ ജനതയ്ക്ക് ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കും. ഒരാളും അപേക്ഷ വെക്കേണ്ട 1 വർഷമുണ്ട് 6 മാസം മാത്രം ആയുസുള്ള ഗവൺമെന്റ് പറയുന്ന തീട്ടൂരമൊന്നും ഇടുക്കി ജനത ഒരു കാര്യത്തിലും, ഒരുപാട് കേസുകളുണ്ട്. ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വന നിയമത്തിൽ നിയമം കൊണ്ടുവരുന്നു.
വന്യമൃഗത്തെ നിഷ്കാസനം ചെയ്യാൻ എല്ലാ പഞ്ചായത്തിലും കൊണ്ട് ബോക്സ് വയ്ക്കുന്നു, ഫോറസ്റ്റുകാരെ വയ്ക്കുന്നു. ഇനി കാണുന്നതെല്ലാം രാഷ്ട്രീയ നാടകങ്ങളാണ്. ആ നാടകങ്ങളാണെന്നുള്ള ഉത്തമ ബോധ്യമില്ലെങ്കിൽ വീണ്ടും വഞ്ചിക്കപ്പെടും. ഞങ്ങൾ ഉറപ്പ് കൊടുക്കുന്നു, ഈ സാധനം തദ്ദേശിച്ചിരിക്കും. അതിജീവന പോരാട്ട വിരുദ്ധ സംഘടന സുപ്രീം കോടതി പോയിട്ട് ഈ സാധനം റദ്ദ് ചെയ്യും. പക്ഷേ അല്പ സാവകാശം എടുത്തേ ഞങ്ങൾ ഇടപെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാളും അപേക്ഷ വെക്കണ്ട, പണം അടയ്ക്കണ്ട. ഞങ്ങൾ ഗ്യാരണ്ടി, ഉത്തരവാദിത്വത്തോടെ പറയുന്നു. കഴിഞ്ഞ 8 വർഷക്കാലമായി ഇവർക്ക് വേണ്ടി പോരാടുന്ന ഈ ഗവൺമെന്റിന് ഒരുപാട് തവണ നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് തടസ്സപ്പെടുത്തിയിട്ടുള്ള സംഘടനയാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് അതിന്റെ നിയമം അറിയാം. 10ഓളം സുപ്രീം കോടതി അഭിഭാഷകരുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു, നിയമോപദേശം തേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ഭയം ആർക്കും വേണ്ട. ഇവരെ നിഷേധിക്കുക. ഇത്തരം കക്ഷികളെ ഈ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ തള്ളിക്കളയണമെന്ന്. ഇപ്പോൾ അത് പറഞ്ഞു, ഈ ചട്ടം രൂപീകരിച്ചിരിക്കുന്ന ചട്ടത്തിന്റെ ആ ചട്ടത്തിൽ എന്ത് അപകടമാണ് അതിജീവന പോരാട്ട വേദി കണ്ടെത്തിയിട്ടുള്ളത്? ഈ ചട്ടത്തിൽ അപകടമുണ്ടെന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. ഇത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് ഒരു സൽക്കർമ്മവും പുണ്യകർമ്മവും ഓണസമ്മാനവും അതുപോലെ തന്നെ 6.5 പതിറ്റാണ്ടിൽ അവരുടെ മാഗ്ന കാർട്ടയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നിയമത്തെ ഈ ഗുരുതരമെന്ന് നിങ്ങൾ പറയാൻ, ആക്ഷേപിക്കാൻ, ആരോപിക്കാൻ എന്ത് കാരണമാണ് കണ്ടെത്തിയിട്ടുള്ളത്? ഈ റൂളിൽ എന്താണുള്ളത്? ഈ സമ്മാനം ഇതേ രൂപത്തിൽ 25 പേജ് എഴുതിയുണ്ടാക്കിയ ആള് വിവിധ സുപ്രീം കോടതി അഭിഭാഷകരും AG അടക്കമുള്ള നിയമവകുപ്പ് വിദഗ്ധരും ആണെന്നാണ് ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം പറയുന്നതും വിശ്വസിപ്പിക്കുന്നതും. അതിൻ്റെ ആമുഖത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ കോപ്പി ഞങ്ങളിലുണ്ടായ പറയാണ്. കൗശികൻ എന്ന് പറയുന്ന ഈ ജില്ലയെ ഇത്രമാത്രം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, മലയോര ജനതയ്ക്കെതിരെ വേട്ടയാടുന്ന ഒരു വേട്ടക്കാരനാണ് കൗശികൻ. ആ കൗശികൻ എഴുതിയുണ്ടാക്കിയ സാധനം വായിച്ചു നോക്കിയിട്ടില്ല അവർ. ഇതാരാ ഉണ്ടാക്കിയെന്ന്. അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വയ്ക്കുകയും ചെയ്യും. ഇത് കൗശികൻ ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള വിവിധ കമ്മിറ്റികൾ പരിശോധിച്ചു. എന്ത് പരിശോധിച്ചു? എൻ്റെ തങ്കച്ചൻ ഇവരുടെ പരിശോധന ചായ കൂടിയും കപ്പലണ്ടി കഴിക്കില്ല, എല്ലാം കൂടി വട്ടം ഇരിക്കുക, AC റൂമിൽ ഇരിക്കുക, നാട്ടുവർത്തനങ്ങളും രാഷ്ട്രീയവും പറയുക, കപ്പലണ്ടി ഇതും പറയുക, ഒപ്പിട്ടിട്ട് പോവുക. ഇതാണ് ഇവരുടെ പരിശോധന. പരിശോധിച്ചിട്ടില്ല. കൗശികൻ എഴുതിയ വാചകങ്ങൾ അതേപടി എൻ്റെ തന്നെ ഉണ്ട്. അത് തന്നെ പാസ്സാക്കി പോന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ചില എതിർ ശബ്ദങ്ങൾ വന്നപ്പോൾ അവർ കുറച്ച് മാറ്റം വരുത്തി. 1000 ബുദ്ധിമുട്ടുണ്ടാക്കുന്നിടത്ത് 950 മാറ്റി. ബാക്കി 50 പിന്നെയും കിടക്കുക. പിന്നെ ഒരിക്കലും ഒരു വ്യക്തിക്ക് പാലിക്കാൻ കഴിയാത്ത 7ഓളം കാര്യങ്ങൾ ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ രേഖാപരമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതിലൊന്ന് പട്ടയാണ്. അപ്പം റവന്യൂ മന്ത്രി പറഞ്ഞു വളരെ ഉദാരമായിട്ട് ഞങ്ങൾ അത് മാറ്റിയിട്ടുണ്ട്. പട്ടയം വേണമെന്നില്ല, ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് മതി. എന്നോട് പല അഭിഭാഷകരും വിളിച്ചു ചോദിച്ചു, നിയമത്തിൽ നിലവിലുള്ള ചട്ടത്തിലൊന്നും ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല റസാക്കെ, എന്താണ് ഈ ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു, ഈ റവന്യൂ മാനുവലുണ്ട്, ഗൈഡ് ലൈൻ, ഉദ്യോഗസ്ഥർക്കുള്ള ഗൈഡ് ലൈൻ, അതിലാണ് ഈ ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് ഒന്ന് വിശദീകരിച്ചേക്കണം. നിയമമൊന്നുമല്ല. നിയമം ഇവർക്ക് പ്രശ്നമല്ലല്ലോ, ആൾക്കാർക്ക് അറിയില്ലല്ലോ നിയമമാണോ ചട്ടമാണോ. ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് നിയമത്തിലുണ്ടാവുമെന്ന് വിചാരിക്കണം, അത്ര തന്നെ. പണ്ടിവിടെ സേന ഉണ്ടാക്കിയില്ലേ, റവന്യൂ സേന. ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ അതിന് നിയമമില്ല, ചട്ടമില്ല. അതൊക്കെ ചുമ്മാ ഒരു ഗുണ്ടായസത്തിൽ വരാനും ചോദിക്കാനും ഇല്ല, അതുകൊണ്ട് ചെയ്യുന്നത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു നടപടി മാത്രം എടുത്തു. ഞാൻ എന്ന് പറയുന്ന വ്യക്തി താലൂക്ക് തഹസിൽദാർക്ക് അപേക്ഷ വയ്ക്കണം. തഹസിൽദാർ അത് നമ്മുടെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും താലൂക്കിൽ, വില്ലേജിലേക്ക്. വില്ലേജ് ഓഫീസർ അയാൾ സ്പോട്ട് വന്ന് പരിശോധിച്ച് ഞാനാണെന്നും ഈ പറഞ്ഞ സ്ഥലം എൻ്റേതാണെന്നും ഇതിൻ്റെ അതിരുകൾ ഇതാണെന്നും കറക്റ്റ് ചെയ്തൊരു റിപ്പോർട്ട് തയ്യാറാക്കി താലൂക്കിലേക്ക് തഹസിൽദാർക്ക് കൊടുക്കണം. തഹസീൽദാർ അത് വീണ്ടും ഫോർവേഡ് ചെയ്ത് ഈ സർവേ സൂപ്രണ്ടിന് കൊടുക്കും. സർവേ സൂപ്രണ്ട് ഇതിൻ്റെ ഹെഡിന് കൊടുക്കും, ഈ സർവേയർമാരുടെ ഹെഡിന് കൊടുക്കും. അയാളത് പരിശോധിക്കാൻ പറഞ്ഞ് ഒരു സർവേക്കാരനെ ഉണ്ടെങ്കിൽ, ഇപ്പം ഇല്ല കാരണം സർവേക്കാരെല്ലാം പിടിച്ചു പറയുക, ഉണ്ടെങ്കിൽ അയാൾ നമുക്ക് സപ്ലൈ ഇത് ചെയ്യും. ആ സർവേക്കാരനും അയാൾക്ക് സഹായിയായിട്ട് നമ്മൾ 2 പേരെ ഇട്ടുകൊടുത്ത് അവരെ വാഹനം വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഭൂമി അളക്കണം. എന്നിട്ട് ഈ 4 ചുറ്റാതിരിലുള്ളതും ഈ രേഖകളിലുള്ള ആ രേഖയും ഈ സ്ഥലമൊക്കെ ഒന്നാണെന്ന് സ്ഥാപിച്ചുകൊണ്ടൊരു സമഗ്ര റിപ്പോർട്ട് അയാൾ എഴുതുകയും സർവേ ഹെഡിന് കൊടുത്തിട്ട് അയാളത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഈ സൂപ്രണ്ടിന് കൊടുക്കുകയും സൂപ്രണ്ട് അത് റെക്കമെൻഡ് ചെയ്ത് ഈ ഭാഗത്ത് ഇത് കക്ഷിയുടെ ആണെന്ന് പറഞ്ഞ് തഹസിൽദാർക്ക് കൊടുക്കണം. അത് വീണ്ടും ഈ ചാർജ് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് ഇയാൾ കൈമാറി അവരുടെ വിവിധ സെക്ഷനുകളിലൂടെ
ഈ ഇതുണ്ട്, നമുക്ക് പട്ടയ ഫയലുണ്ട്. അതൊന്നും ദേവികുളത്തൊന്നും ഇല്ല കേട്ടോ. ദേവികുളത്തൊക്കെ അവർ കത്തിച്ചേക്കണതാണ്. നമുക്കറിയാമല്ലോ, പല പ്രാവശ്യം തീ പിടിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ഫയൽ എന്ന് പറയുമ്പോൾ 57 മുതൽ ഇങ്ങ് പോരുന്ന ഫയലുകളുണ്ട്. ആ ഫയലൊന്നും ഓഫീസുകളിൽ സാധാരണ കാണാറില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ തപ്പിയെടുക്കുന്നത് അത്രയ്ക്ക് ജീർണിച്ച അന്തരീക്ഷത്തിലാണ്. ആ ഉദ്യോഗസ്ഥർ തപ്പിയെടുക്കണമെങ്കിൽ വേറെ ആളെ പോസ്റ്റ് ചെയ്തൊക്കെയാണ് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ എടുക്കുന്നതിന് വലിയ എമൗണ്ട് ആദ്യം കൊടുത്തു. അതായത് കൊറോണ വൈറസൊക്കെ ഉണ്ടാവുകൊണ്ട് അതിൻ്റെ തുക മേടിച്ചിട്ടൊക്കെയായി തപ്പിയെടുത്ത് തരുന്നത്. ഉണ്ടാവാൻ സാധ്യത തിരിയില്ല. തപ്പുന്നതിനൊരു തുക കൊടുക്കണം, തപ്പി കിട്ടണമെന്നില്ല. ഫയൽ വെച്ചിട്ട് ഇതിൻ്റെ ചരിത്രം എഴുതണം ഈ കക്ഷികൾ. അങ്ങനെ 36ഓളം റവന്യൂ ടേബിളുകളിലൂടെ കടന്ന് അവസാനം ഒപ്പിടുന്നതാണ് ഈ ജെനുവിനിറ്റി സർട്ടിഫിക്കറ്റ്. എത്ര നിസ്സാരമായ ഈ മന്ത്രി പറഞ്ഞത്. ഇദ്ദേഹം എത്ര മോശമായിട്ടാണ് ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് സാധിക്കാത്ത അസാധ്യ കാര്യത്തെ ഒരു പേപ്പറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രണ്ടാമതൊരു പേപ്പർ എടുക്കുക. ഇപ്പോൾ നമ്മൾ 7 എണ്ണം വേണമല്ലോ. 7ാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 7 എന്നുള്ളത് എനിക്ക് ഹോട്ടലാണ്. ഞാൻ ഹോട്ടലാണ് ക്രമവൽക്കരിക്കാൻ പോണത്. എനിക്ക് ഹോട്ടലിൻ്റെതായ എല്ലാ പേപ്പറുകളും വേണം. ആ പേപ്പറിൽ മെഡിക്കൽ വിഭാഗം തരുന്ന മാലിന്യവുമായി ബന്ധപ്പെട്ട അവരുടെ സർട്ടിഫിക്കറ്റ് വേണം, മെഡിക്കൽ വിഭാഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, ലൈസൻസ് വേണം. അങ്ങനെ തുടങ്ങിയുള്ള സകല രേഖകളും ഞാനിത് ഹാജരാക്കണം. ആ സ്ഥാപനം എന്താണോ അത് അങ്ങനെ സ്ഥാപിക്കുന്ന. അപ്പോൾ അങ്ങനെ ഹാജരാക്കുമ്പോൾ, അങ്ങനെ ഹാജരാക്കാൻ കഴിയാത്ത 10,000-കണക്കിന് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ സാധാരണ ഹോട്ടൽ നടത്തുമ്പോൾ ഇപ്പോൾ സാധനം വെച്ചല്ല ചെയ്യണം. അത് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഇനി ഇത്രയും രേഖകൾ ഉണ്ടാക്കി ഇതിൽ സമർപ്പിക്കണം. സ്വാഭാവികമായിട്ടും ചെല്ലുന്ന ഹോട്ടലുകാരന് ഇത്തരം രേഖ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറയും, കുഴപ്പമില്ല, ഞാൻ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് ചെയ്തു തരാം, ഒരല്പം ക്യാഷ് കൂടും എന്ന് പറയാം. ക്യാഷ് കൊടുത്തും കാര്യം സാധിക്കും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഈ കക്ഷി ഇതിനകത്ത് വേറൊരു വ്യവസ്ഥയെന്ന് വെച്ചാൽ ഏതെങ്കിലും കുറവുകൾ ഏതെങ്കിലും കാലത്ത് കണ്ടുപിടിച്ചാൽ ഇത് റദ്ദാക്കപ്പെടും. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇത് പുതുക്കാനായിട്ട് എൻ്റെ ലൈസൻസ് പുതുക്കാനോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസറായിട്ട് ഞാനൊരു അഭിപ്രായ വ്യത്യാസം വന്നു. അങ്ങനെ വന്നപ്പോൾ ഇയാൾ എൻ്റെ ഫയലുകൾ പരിശോധിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട രേഖയില്ല. ഹോട്ടലിൻ്റെ എൻ്റെ ബിസിനസ്സിൽ ചില രേഖകളുടെ കുറവ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും രേഖയിൽ കുറവ് കണ്ടുപിടിച്ചു. അയാൾക്ക് എനിക്ക് നോട്ടീസ് തരാതെ റദ്ദ് ചെയ്യാം. രാജ്യത്ത് തൂക്കിക്കൊള്ളണമെന്ന് പോലും അറിയിപ്പ് കൊടുക്കും, നിങ്ങളിങ്ങനെ ദുഃഖം വിധിച്ചാകുന്നു. നമുക്കതില്ല. നമ്മൾ പൗരനല്ലേ? ഇവരെന്താ വിചാരിക്കണത്? ഇന്ത്യൻ പൗരനല്ലേ? ഇന്ത്യൻ ഭരണഘടന എങ്ങനെയൊക്കെയാണോ നിയമം ഉണ്ടാക്കാൻ പറഞ്ഞത്? ഈ കൗശികൻ ഈ നാടിൻ്റെ ആൾ തന്നെയാണോ, അതെയോ ഏതെങ്കിലും രാജ്യത്ത് ഈ രാജ്യത്തെ ഏജന്റാക്കി വിട്ടതാണോ നാടിനെ തകർക്കാൻ, നാടിൻ്റെ സാമൂഹിക വ്യവസ്ഥകൾക്ക് കലാപം ഉണ്ടാക്കാൻ നിയോഗിച്ച വിദേശ ഏജന്റാണോ ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകും? കൗശികൻ പരിശോധിക്കണമെന്നൊക്കെ ചെറിയ ഒത്തിരി ശത്രു രാജ്യങ്ങൾ പല പണിയാണ് നോക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ മുരളി തുമ്മാരുകൂടി ഒരുപാട് നിർദ്ദേശങ്ങളും ഈ അട്ടിമറിയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിദേശത്തെ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അതായത് യുനെസ്കോയുടെ നിഷേധിക്കാനാവാത്ത ആളാണ്. അദ്ദേഹത്തിന് എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. എന്തിനാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി കൂടിയേക്കണേ? എന്താണ് അയാൾക്കവിടെ പണി? അപ്പോൾ ഈ പറയുന്ന വേഷധാരികളെല്ലാം ആരാണെന്ന് പരിശോധിക്കേണ്ട ഒരു സമയത്തിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. 100 നൂറ്റാണ്ട് പഴക്കമുള്ള റോഡാണെന്ന് പറയാൻ കഴിയാത്ത സർക്കാർ. ആരാണ് തടസ്സം? തുമ്മാരുകൂടിയാണോ? ചീഫ് സെക്രട്ടറി ജയതിലകാണോ? അതെയോ കൗശികനാണോ? ആരാണ് നിങ്ങളെ ഭരിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അംഗീകരിച്ചു കൊടുക്കില്ല. അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ രക്തസാക്ഷിയാകുക. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ നാണം കെട്ടവൻ്റെ അന്യ സ്റ്റേറ്റിൽ നിന്ന് വന്ന് നമ്മളെ ചട്ടം പഠിപ്പിക്കുന്നതിൻ്റെ ഒന്നും തീട്ടൂരം കേൾക്കാനൊന്നും നമുക്ക് യാതൊരു ബാധ്യതയില്ല. മഹത്തായ എൻ്റെ ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയ ഒരു ഭരണഘടന എനിക്ക് തരുന്ന അവകാശം ചില്ലറയല്ല. ഞാൻ കഴിഞ്ഞ അധികാരിയെ ഇവരുള്ളൂ. മനസ്സിലായോ? ആ ഒരു ബോധത്തിലേക്ക് പൗരനെത്തിയ ഈ പറയുന്ന കക്ഷിയൊന്നും ഈ രാജ്യത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ. ഈ വിഷയത്തിൽ പലരും ആശങ്ക ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ക്രമവൽക്കരണം കഴിഞ്ഞു എന്നാൽ പോലും അതിൻ്റെ ഈ ഫോമുകൾ, പല ഫോമുകളാണ് ഈ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഓരോ ഭൂ ഉടമയും കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഭൂ ഉടമകൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടതിൻ്റെ അകത്ത് അവസാനമായി പ്രതിപാദിക്കുന്ന ചില വിഷയങ്ങൾ ഗുരുതരമെന്നും കേൾക്കുന്നു. യഥാർത്ഥത്തിൽ ആ വിഷയം പരിശോധിച്ചിട്ടുണ്ടോ? ഈ ക്രമവൽക്കരണം നടത്തുന്നതോടൊപ്പം ഈ ഭൂമിയുടെ അവകാശം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പല കർഷകരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഒന്ന്, നമ്മൾ ഈ അപേക്ഷ വയ്ക്കുന്നതോടുകൂടി നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് അംഗീകരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഭൂമിയിൽ നമുക്ക് വീട് പോലും വയ്ക്കാൻ അവകാശമില്ലായിരുന്നു എന്ന് നമ്മൾ തന്നെ ഒപ്പിട്ട് കൊടുക്കുന്നു.
അപ്പോൾ പിന്നെ ഭാവി കാലത്ത് തർക്കത്തിൻ്റെ ആവശ്യം വരുന്നില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഇവർ ഇറക്കിയിരിക്കുന്ന ഫോം എഫിൻ്റെ അടിയിൽ ലാസ്റ്റ് പറയുന്നത്, നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത്, സർക്കാരിന് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഇത് റദ്ദാക്കി തിരിച്ചെടുക്കുന്നതിന് അവകാശമുണ്ടെന്നാണ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. അതും ഒരു എഗ്രിമെൻ്റ് അല്ലേ? ഒരു പൗരൻ കൊടുക്കുന്ന എഗ്രിമെൻ്റാണ്. എൻ്റെ വീട് ഞാൻ വെച്ചത് തെറ്റായിപ്പോയി, അത് മാപ്പാക്കണം, ഭാവിയിൽ സർക്കാരിന് ഇത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട ഫോമിൽ കൊടുക്കണമെന്ന് പറയുന്നത് ഒരു ചതിയാണ്. അതാ ഇത് ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നത്. ഒന്ന്. രണ്ട്, ക്രമവൽക്കരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന പരിശോധനയിൽ ഏതെങ്കിലും രേഖ കുറഞ്ഞാൽ റദ്ദാക്കുന്നതിന് നോട്ടീസ് ഇല്ലാതെ പ്രത്യേകം റദ്ദാക്കി ഗവൺമെൻറ് ഏറ്റെടുക്കും. പൗരന് അറിയണമെന്നില്ല. അതും മാരകമാണ്. അപ്പോൾ ഒരുപാട്, ഇപ്പോൾ 4-ാം നിയമത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ എൻജിനീയറിംഗ് പ്ലാനും ഇവരുടെ സാങ്ഷനും ഉണ്ടോ? 2010 ശേഷം പ്രാബല്യത്തിൽ വന്നത് 60 പണിത വീടിന് എങ്ങനെയാണ് ഉണ്ടാകുക? 50 വർഷക്കാലം പണിതതിന് എൻജിനീയറിംഗ് പ്ലാനോ അതിൻ്റെ സാങ്ഷൻസോ വാങ്ങിച്ചല്ല നമ്മൾ കെട്ടിടം പണിതേക്കുന്നത്. അപ്പോൾ ആ 50 വർഷം ഇല്ലാത്ത ഒന്ന് ചോദിച്ചിരിക്കുന്നു, അതും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കിട്ടാത്ത പല രേഖകളെ ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് മാരകമായ ഒത്തിരി മാരകത്തിൻ്റെ അങ്ങേയറ്റമുണ്ട്. അത് ബോധ്യപ്പെട്ടു വരുമ്പോൾ ഇത് വേറെ ലെവലിലേക്ക് പോകും. മറ്റൊരു വിഷയം, ഇത് മുഖ്യമന്ത്രി തന്നെ ഇടുക്കിയിലെത്തി തന്നെ പലവട്ടം പറഞ്ഞു 5 തരം നികുതികൾ, അതുപോലെ തന്നെ മറ്റു ഫീസുകൾ ഈടാക്കിക്കൊണ്ടായിരിക്കും ഇത് ക്രമവൽക്കരിക്കുക എന്നാണ് പറയുന്നത്. ഈ ക്രമവൽക്കരണം എന്നത് യഥാർത്ഥത്തിൽ ഈ ഭൂമി ക്രമവൽക്കരിച്ച് തരികയാണോ, അതോ ഈ ഭൂമിയിൽ പണിതിട്ടുള്ള നിർമ്മിതികൾ ക്രമവൽക്കരിച്ച് തരികയാണോ ചെയ്യുന്നത്? അതിൻ്റെ ഫീസുകൾ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു പോയിൻ്റാണ് ഇപ്പോൾ ഈ പറയുന്നത്. കാരണം ഈ ഞങ്ങൾ ഫീസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫീസിലേക്ക് ശ്രദ്ധ പോയാൽ ഇവിടെ ഈ ഫീസ് കൊടുക്കുന്നതല്ല പ്രശ്നം. ഭൂമി അവർ തിരിച്ചു കിട്ടുന്നില്ല. എനിക്ക് എല്ലാ അവകാശവും ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ ഗവൺമെൻറ്റിന് 10% നികുതി കൊടുത്ത് പൊന്നും വിലയ്ക്ക് വാങ്ങിച്ച ഭൂമിയിൽ എൻ്റെ അവകാശം എടുത്തവൻ കളയാണ്. എന്നിട്ട് ഈ ഭാഷാ പ്രശ്നമുണ്ട്, ക്രമവൽക്കരണം, തരം മാറ്റം. ഇവിടെ ക്രമവൽക്കരണം, ഭൂമി ക്രമവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടത്. അതിന് കെട്ടിടം ക്രമവൽക്കരിക്കലാക്കി, ഭൂമി പഴയ സ്റ്റാറ്റസിൽ നിൽക്കും. അപ്പോൾ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ 1 കോടി രൂപ മൂല്യം കണ്ട് ഞാനെടുത്ത ബാങ്ക് ലോണുകൾ ഭാവി കാലത്ത് തരാൻ പറ്റില്ല. കാരണം കൃഷിഭൂമിക്ക് കപ്പടാനുള്ള സ്ഥലത്തിന് 1 കോടി രൂപ ഒരു ഏക്കറിന് വില വയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ കട്ടപ്പന സിറ്റിയിൽ 10 കോടി രൂപയാണ് ഒരു ഏക്കറിന്. അവന് ബാങ്കിന് സുഖമായിട്ട് 5 കോടി കൊടുക്കാം. ഇനി കൊടുക്കാൻ പറ്റും, അവൻ കപ്പടുന്ന ഭൂമിയാണ് അത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ചെറുതല്ല. കേരളത്തിൻ്റെ ബാങ്കുകളിൽ, നാഷണലൈസ്ഡ് ബാങ്കുകളിലും സഹകരണ ബാങ്കുകളുടേതായി വരുന്ന 8500 ശാഖകളിൽ 3 ലക്ഷം കോടി രൂപയ്ക്ക് ഈ ഈടാ കൊടുത്തേക്കണത്. മാർച്ചിൽ പൊതുമുല്ല ഒന്നും ഇവർക്ക് വിവരമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ മാർച്ചിൽ ഈ ലോണുകൾ പുതുങ്ങില്ല. ബാങ്കുകൾ ഇത് കൃഷിഭൂമിയായി മാറിയതോടുകൂടി അന്നത്. മറ്റൊന്ന്, ഇവർ ഞാൻ പറഞ്ഞ നിയമങ്ങളിലെ 7 രേഖയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ രേഖ പ്രകാരം നമ്മളിതെല്ലാം കൊടുത്താൽ പോലും ഈ 3000 വരെയുള്ളതിന് ചില ആശ്വാസങ്ങളുണ്ട്. ആ രേഖകൾ 7 കൊടുക്കണം. അത് കൊടുക്കുന്നവന് പോലും ചില നടപടിക്രമങ്ങൾ കർശനമായിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ. 3000 മുകളിലേക്കുള്ളവർക്ക് ഇവർ പറഞ്ഞു ഡീംഡ് റെഗുലറൈസേഷനാണ്, 90 ദിവസമേ ഉള്ളൂ. സത്യമാണോ? നിയമം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ മന്ത്രി സുഖിപ്പിച്ച് പറയുന്നത് നിയമത്തിൽ എഴുതിയിട്ടില്ല, ചട്ടത്തിൽ എഴുതിയിട്ടില്ല. ആ നിയമത്തിലും ചട്ടത്തിലും ഇവർ പറയുന്ന സുഖിപ്പീര് കാണുന്നില്ല. കർക്കശമായ നിലപാടുകളാണ് കാണുന്നത്. അദ്ദേഹം അവതരിപ്പിക്കുന്നത് വളരെ ഭംഗിയായി അറക്കാൻ കൊണ്ടുപോകുന്ന ആടിന് നമ്മൾ കൊടുക്കുന്ന വെള്ളവും തീറ്റയും പോലെയാണ് ഇതിനകത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഭൂമി റെഗുലറൈസ് ചെയ്യുന്നില്ല. ഞാൻ ചായക്കട 500 സ്ക്വയർ ഫീറ്റ് ചായക്കട റെഗുലറൈസ് ചെയ്തെടുത്താൽ എനിക്ക് അത് മറ്റൊരു ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകാനോ, എന്ന് വെച്ചാൽ പലചരക്കടയാക്കാനോ പുതുക്കി പണിയാനോ ഈ വികസിപ്പിക്കാനോ ഉള്ള അവകാശമില്ലെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ എനിക്ക് എല്ലാ കാലവും എൻ്റെ മക്കളും എല്ലാം ഈ ചായക്കട ചെയ്താൽ മതിയോ?
ഒരു ഹോട്ടൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇത് എന്താ ഈ വേറൊരു ലെവലിലേക്ക് ഈ ഘട്ടത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ നിയമം ഇത്ര സമ്മാനമാണെന്ന് പറയുന്നത്? ഇനി നമ്മളൊരു ശബ്ദം ഉയർത്തിയപ്പോൾ എന്തേ പേടിച്ച് ഇവർ വീടുകൾ ഇല്ല എന്ന് പറഞ്ഞ് 90% വീടുകളിൽ എന്താണ് ചേട്ടാ പറഞ്ഞത്? അയാൾ എഴുതി വെക്കട്ടെ ഇതിൻ്റെ അകത്ത്, കേരളത്തിലെ എല്ലാ പട്ടയത്തിൽ കൊടുത്ത ഒരു ഇതും ഇതിനകത്ത് പെടില്ല എന്ന് പറയട്ടെ. വീടിന് ഞാൻ പറയുന്നു 93 ചേട്ടത്തിന് വീടിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവർ വ്യാഖ്യാനിക്കുന്ന വീടിന് പട്ടയം കൊടുത്തവനാന്നാ പറയുന്നത്. അത് വിടാൻ ധൈര്യമുണ്ടോ അവർക്ക്? ഇവരില്ല എന്ന് പറഞ്ഞ് നമ്മളെ വഞ്ചിക്കുകയാണ്. കാരണം ഇവര് 90% വീടുകളും ഇതിൽ പെടും. എനിക്ക് 2 ഏക്കർ ഭൂമി കിട്ടിയിട്ടുണ്ട്. ആ 2 ഏക്കർ ഭൂമിയിൽ ഞാനൊരു വീട് വെച്ച് കഴിയുന്നവനാണെങ്കിൽ നിയമപ്രശ്നമില്ല. അയാൾ പറഞ്ഞതൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പലർക്കായി വീടിന് വിറ്റിട്ടുണ്ടെങ്കിൽ ആ മുഴുവൻ ഭൂമി ക്രമവിരുദ്ധമാണ് ഒന്ന്. ഇനി കൃഷിക്കാരന് സമ്മാനം ഇല്ലായില്ല. കൃഷിക്കാരന് വേറെ സമ്മാനം ഇതിൻ്റെ തൊളിഞ്ഞു കിടക്കുന്നുണ്ട്. 5 പശുക്കൾക്ക് മേലെ വളർത്തുന്നുണ്ടെങ്കിൽ അവൻ വാണിജ്യ നിർമ്മിതിയാണ്, വാണിജ്യമാവൻ. അവൻ കൃഷിക്കാരൻ്റെ സാധാരണ പശുക്കാരനല്ല, വാണിജ്യ ലിസ്റ്റിലേക്ക് പോകും. 5 പശുക്കൾക്ക് മേലെ ഇവൻ പശു വളർത്തുന്നുണ്ടെങ്കിൽ ആ പശുവിന് വേണ്ട പുല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമടക്കം അവൻ ക്രമവൽക്കരിക്കണം. പിന്നെ രക്ഷപ്പെടുത്താം. പശുവിനെ വെട്ടുന്ന വിൽക്കുക, തൊഴുത്തും പൊളിച്ച് കളഞ്ഞേക്കുക, അങ്ങനെ രക്ഷിക്കാം. അപ്പോൾ അതിന് ചിലപ്പോൾ വില്ലേജർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അപകടം എത്രയോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ ഒരുപാട് 1000 ഇരട്ടിയാണ്. അത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം അതിനുള്ളൊരു ബുദ്ധിയൊന്നും ഞാൻ ഇവർക്ക് കാണുന്നില്ല. അത്രയും വിശാലമായി ചിന്തിക്കുന്ന, അത്രയും വിശാലമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ആളുകൾ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ ഭാവിയിൽ ഇത് വരിക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഈ ഭൂമിയുടെ ഉപയോഗം, സ്വതന്ത്രമായ ഉപയോഗം ആണല്ലോ, സർവ്വസ്വതന്ത്രം എന്നാണല്ലോ നമ്മൾ പറയും. സർവ്വസ്വതന്ത്രമായ ഭൂമി, കർഷകന് കിട്ടേണ്ട സർവ്വസ്വതന്ത്രമായ ഭൂമി. അതെ. ഞാൻ ചോദിക്കുന്നത്, ആദ്യമത്തെ ചോദ്യത്തിൽ തന്നെ ആ ചോദ്യത്തിൽ താങ്കൾ അതിന് ഉത്തരം പറയാതെ പോയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അതായത് ഈ സംസ്ഥാനത്ത് എല്ലാ പട്ടയങ്ങൾ മാത്രമല്ല ഗൃഹനിർമ്മാണങ്ങളും വാണിജ്യ നിർമ്മിതികളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ക്രയവിക്രയ സർട്ടിഫിക്കറ്റ് മുഖാന്തരം, പിന്നെ ചെമ്പ് പട്ടയം എന്നൊക്കെ പറയുന്ന പലതരം പട്ടയങ്ങളുണ്ട്. ഇവിടെ 1960 ലാൻഡ് അസൈൻമെന്റ് നിയമം അനുസരിച്ച് കൊടുത്ത പട്ടയങ്ങളിലാണ് ഈ വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം. ഞാൻ ഇരിക്കുന്ന ഈ ഭൂമി ലാൻഡ് അസൈൻമെന്റ് പട്ടയമാണ്. ഈ റോഡിനപ്പുറയുള്ള, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന് അപ്പുറത്തെ കടന്നു പോകുന്ന റോഡിനക്കരെയുള്ള പട്ടയം, അല്ലെങ്കിൽ റോഡിനിപ്പുറയുള്ള പട്ടയം ഒരു RC അല്ലെങ്കിൽ ചെമ്പ് പട്ടയത്തിൽപ്പെട്ട ആളാണ് അയാൾക്ക് കെട്ടിടം പണിയുന്നതെങ്കിൽ അയാളെ ഈ പ്രശ്നം ബാധിക്കുമോ? അത് ഈ ലാൻഡ് അസൈൻമെന്റ് പട്ടയത്തിലിരിക്കുന്ന കൃഷി ചെയ്തും വീടും വെച്ച് വാണിജ്യ ആവശ്യങ്ങൾ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്? അത് കേരളത്തിലെ മുഴുവൻ പട്ടയ ഉടമകളെയും ഇത് ബാധിക്കുന്നുണ്ടോ? ഇവിടെ ഒരു വലിയൊരു സംശയമുണ്ട്. അതായത് ഈ സമത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സമത്വം മറ്റു പട്ടയ ഉടമകൾക്കും ഈ നിയമം ബാധകമാണോ, അല്ലെങ്കിൽ അവർ വിഭിന്നമാണോ? എന്താ അറിയോ, ഇതിൻ്റെ അകത്ത് ചെമ്പോട്ടോടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഏറ്റവും ഫ്രഷായിട്ട് കൊടുക്കുന്നൊരു പട്ടയമുണ്ട്, ക്രയ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ കൂമ്പമ്പാറ അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ജന്മിയുടെ കുടിയാനായിരുന്നു. അയാൾക്ക് 1963 ഭൂപരിഷ്കരണ നിയമ ബാധകം. കാരണം അയാൾ 1950 കാലത്ത് ഈ കുടിയാൻ്റെ 1-2 ഏക്കർ ഇതെടുത്തിട്ട് അവിടെ കൃഷി ചെയ്ത് കുടിയാൻ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജന്മിത്വം നിരോധിച്ചപ്പോൾ ഇയാളൊരു അനാഥ കുടിയാനായി. അയാൾക്ക് ക്രയ സർട്ടിഫിക്കറ്റ് നമ്മുടെ ലാൻഡ് ബോർഡ് കൊടുക്കുന്നുണ്ട്. ഒരു ഉപാധിയില്ല. അയാൾക്ക് മരം വെട്ടാം, മരം വയ്ക്കാം, ചന്ദ്രമണിയോ അങ്ങനെയും വെട്ടാം. ഈ അതേസമയം തൊട്ട് ചേർന്ന്, ഇപ്പോൾ കുമ്പാറയ്ക്ക് ചേർന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതേ കാലത്ത് സർക്കാരിൻ്റെ രാജഭരണകൂടത്തിൻ്റെ കുടിയാനായിട്ടാണ് നിങ്ങളുടെ അപ്പൻ വന്നത്. ആ അപ്പനും ഈ കക്ഷി ഒരുമിച്ച് വന്നതാ. മറ്റവൻ ആ ജന്മിയുടെ കീഴെ പോയി, നിങ്ങൾ സർക്കാരിൻ്റെ കീഴെ പോയി. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അതിഗുരുതരമായ പട്ടയം നിങ്ങൾക്ക് തന്നേക്കണം, എല്ലാ പട്ടയം. അയാൾക്ക് ക്രയ സർട്ടിഫിക്കറ്റ് ഇപ്പോഴാണ് കൊടുക്കണേ, പട്ടയമൊക്കെ ഇപ്പോഴാണ് കൊടുക്കണേ. 21 ശേഷമൊക്കെയാണല്ലോ ആ പ്രായത്തിൽ വന്നേക്കണേ. അപ്പോൾ കുടിയാൻ പട്ടയം കേരളത്തിൽ കൊടുക്കുമ്പോൾ അവന് ഉപാധി ഇല്ലാതെയും, അതേ കാലത്ത് ഒരുമിച്ച് വന്ന കൂട്ടുകാർ ഇപ്പുറത്തായി പോയി, ഗവൺമെന്റ് കൊടുത്ത ഭൂമിയിലായി പോയി എന്ന ഒറ്റ കുറ്റത്തിന് ഒരു അവകാശമില്ലാത്ത ഭൂമിയായി മാറ്റി
എന്നുള്ളത് തന്നെ വിവേചനമല്ലേ? ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ ഉദാഹരണം. ഇനി ഒരു ഉപാധിയില്ലാത്ത ഭൂമി കേരളത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കണം. ബ്രഹ്മസം, ദേവസം. എന്താ ബ്രഹ്മസം, ദേവസം? ഈ 1000 വർഷങ്ങൾക്ക് മുൻപ് വേറെ നമ്മുടെ തമിഴ്നാട് ഭരണകൂടങ്ങൾക്ക് കീഴിലാണ് നമ്മൾ പോയി. പാണ്ഡ്യ, ചോള, ചേര രാജാക്കന്മാർക്ക് കീഴിലുള്ള ഭൂപ്രദേശമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ജന്മിമാര്, പ്രമാണിമാര്, പ്രാദേശിക ഭരണകൂടങ്ങൾ എല്ലാം ഇവർ നശിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ ഭൂമി ഷെയർ ചെയ്ത് അങ്ങ് എടുത്തു. ആ എടുത്ത് വരുമ്പോഴാണ് ഈ ആര്യ നമ്പൂതിരി വിഭാഗങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അവർക്ക് യഥേഷ്ടം ഭൂമി രാജഭരണകൂടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്യം ഒരു നേർച്ച നേരുകയാണ്. ഈ വർഷം പെണ്ണിന്റെ കല്യാണം, മകളുടെ രാജവിവാഹം നടക്കുകയാണ്. 1000 ഏക്കർ അല്ലെങ്കിൽ 10,000 ഏക്കർ ഇന്ന ദേവസ്വത്തിന് സംഭാവന. ഒരു രോഗം വരുവാണോ, 1000 ഏക്കർ ഇന്ന നമ്പൂരിക്ക് എന്നുവെച്ചാൽ പൂജാരി സംഭാവന. അത് നേർച്ച തരിക. ഇങ്ങനെ കൊടുത്ത് ഇവർക്ക് ഒട്ടേറെ ഭൂമി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ആ കൊടുത്ത ഭൂമികൾ ഇവർ വിറ്റിട്ടുണ്ട്. അതിന് ഉപാധിയില്ല. കാരണം ഉപാധി വയ്ക്കാൻ പറ്റില്ല. കാരണം രാജാവ് നേർച്ച നേർന്ന് കൊടുത്തതാ. ആ കൊടുത്തത് ഇവർ വിറ്റപ്പോൾ അതിൻ്റെ അകത്ത് ഉപാധിയില്ല. നമ്മൾ കേരളത്തിലെ 1900 ശേഷമുള്ള റെക്കോർഡുകളിലാണ് ഈ BTR രജിസ്റ്റർ പ്ലാൻ ചെയ്തേക്കണേ. ആ റെക്കോർഡുകളിൽ ഈ ഭൂമി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപാധി കാണാൻ കഴിയില്ല. അതിൽപ്പെട്ട ഭൂമികൾക്കാണ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ബാക്കി വരുന്ന നിങ്ങൾ ഈ പറയുന്ന പട്ടയെല്ലാം, നേരത്തെ പറഞ്ഞില്ലേ സ്വർണ്ണപ്പട്ടയാണ്, ചെമ്പുപട്ടയടക്കം കേരളത്തിൽ പണ്ടാരപ്പാട്ട പട്ടയടക്കം മുഴുവൻ ഭൂമിക്കും കൃഷി എന്ന ഉപാധി വെച്ചാണ് കൊടുത്തത്. ആ ഉപാധികൾ 1960 ഭൂപതിവ് നിയമം ഉണ്ടാക്കുന്നു. കാരണം കേരളം 54 രൂപീകരിച്ചു. ഒരു ഏകീകൃത നിയമം കേരളത്തിന് വേണം. അങ്ങനെ വന്നപ്പോൾ പുതിയൊരു നിയമം, ഭൂനിയമം ഉണ്ടാകേണ്ടതുണ്ട്. ആ നിയമമാണ് 1960 ഈ ലാൻഡ് അസൈൻമെന്റ് ആക്ട്. അത് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? അതുവരെയുള്ള ഭൂമികളിലെ മുഴുവൻ നിയമങ്ങളും അതിൻ്റെ ഉപാധികളും റദ്ദാക്കപ്പെട്ടു. അവർ ഫ്രീ ആയിപ്പോയി. ആരാ ചെയ്തേ? കേരള ഗവൺമെന്റ്. എന്തെങ്കിലും ഉപാധി വെച്ചോ? ഇല്ലല്ലോ. എന്നാൽ എത്ര പ്രാവശ്യം ഞങ്ങൾക്ക് തന്നെ ഒന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് അവർക്ക് കൊടുത്ത നീതി നമുക്ക് തരാൻ അല്പം ബുദ്ധിമുട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സെക്രട്ടേറിയറ്റും ഇടതുപക്ഷ പാർട്ടികളും ഏതൊക്കെയോ വിദേശ ശക്തികളുടെ കയ്യിൽ പെട്ടിട്ടുണ്ടോ? നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ ഒരു ഘടകം ഇതിൻ്റെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മളെ പ്രകോപിപ്പിച്ച് നമ്മുടെ സമ്പത്തടിച്ചു മാറ്റി നമ്മളെ കൊള്ള ചെയ്ത് നമ്മളെ കൊണ്ട് ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി ഇവർക്കുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഈ ആകെ കൂടി ഇപ്പോൾ ഈ നിയമവും ഈ ചട്ടവും പരിശോധിക്കുമ്പോൾ അതിൽ ഏതൊക്കെ ഭാഗത്താണ് അപകടം? ഏതെങ്കിലും ഗുണപരമായ കാര്യം ഈ ചട്ടത്തിലുണ്ടോ? അതോ അപ്പാടെ ഈ ചട്ടത്തെ എതിർക്കുകയാണ്? ഒന്ന്, നിയമത്തിൽ പറയാത്തതിനപ്പുറം ഒരു തീരുമാനം ചട്ടത്തിൽ വരാൻ അധികാരമില്ല. നിയമം പറയുന്നതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചട്ടത്തിന് ഇത് ചെയ്യാൻ പറ്റും, ചട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ നിയമം ക്രമവൽക്കരണം മാത്രമേ പറയുന്നുള്ളൂ. ക്രമവൽക്കരണം മാത്രം പറയുന്ന ചട്ടത്തിൽ ഭൂമിയുടെ അവകാശം വേണമെന്ന് നിങ്ങൾ വാദിച്ചാൽ എങ്ങനെയാണ് ഗവൺമെന്റ് തരിക? ഇത് തന്നെയല്ലേ അതിജീവന പോരാട്ടത്തിൽ 2020 പറഞ്ഞത്? ഒരു വാക്ക് മാറ്റ്, ആ ക്രമപ്പെടുത്തുക എന്നുള്ളത് തരം മാറ്റുക നാക്ക്, അതിനുള്ള അധികാരവാക്ക്, അല്ലെങ്കിൽ ഇതര ആവശ്യങ്ങൾ ഒരു വാക്ക് മതി. അതിനു പകരം 2-4 നിയമങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. 25 പേജുള്ള ആ ചട്ടം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. 25 പേജ്, ഇനി 25 പേജ് വരാൻ്റെ അടുത്തത് 50 പേജ്. നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇത്രയും ഒരു നിസ്സാര ഒരു വിഷയത്തെ ഒരു വാക്കിന് പകരം 50 പേജ് മനസ്സിലാവരുത്. ഒരു സാധാരണ അഭിഭാഷകന് മനസ്സിലാവരുത്. അത്രയ്ക്ക് അതേ പറഞ്ഞാൽ സൂക്ഷിക്കണം. ഇത്ര കുതന്ത്രമുള്ള, ഇത്ര ആസൂത്രിതമായി ഒരു ജനതയെ വേട്ടയാടാൻ പറ്റുന്ന വേട്ടക്കാരെ നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും കാണാൻ പറ്റില്ല. അത് ഇവിടെ തന്നെ പോകണം. അവസാനമായിട്ട് ഞാൻ ചോദിച്ച ഉത്തരത്തിന് പൂർണ്ണത വന്നില്ല എങ്കിൽ കൂടി ഇപ്പോഴത്തെ ഈ ചട്ടം, ഈ നിയമവും നിലവിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പ്രഷറോട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, സാധാരണ ലാൻഡ് അസൈൻമെന്റ് പട്ടയം കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന ആളുകളോട്, അവർ കൃഷിയും മറ്റു വാണിജ്യ നിർമ്മിതികളും ഒക്കെ ഉപജീവനം നടത്തി ഈ ഭൂമി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട്, അതോടൊപ്പം തന്നെ ഇത് കേരളത്തിലെ ഈ ഒരു ജില്ലയെ മാത്രമാണ് ബാധിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വിശദീകരണം കൂടി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്,
ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നിയമം ഭൂ അവകാശത്തിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെട്ടു. അതായത് പാട്ട ഭൂമിക്കാരനുള്ള അവകാശം ഭാവിയിൽ നമുക്കില്ല എന്ന ഈ നിയമം ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് വരിക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അതിന് അല്ല, അത് ഞാൻ പറഞ്ഞു, 6 മാസം മാത്രം ആയുസുള്ള ഗവൺമെന്റിന്റെ ഈ തീട്ടൂരം നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. നിങ്ങൾ ഒന്നും തന്നെ എഴുതി കൊടുക്കരുത്, പൈസ അടയ്ക്കരുത്. 1 വർഷമുണ്ട് സാവകാശം, നിങ്ങൾ കാത്തിരിക്കൂ. ഇനി ഗവൺമെന്റ് ഇത് തന്നെ വന്നോട്ടെ. അങ്ങനെ വന്നാൽ പോലും ഞങ്ങൾ ഈ നിയമം റദ്ദ് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ല, 10ഓളം അഭിഭാഷകരുമായി സുപ്രീം കോടതി അഭിഭാഷകരും സംസാരിച്ചത്. ഇപ്പം ചെയ്യുന്നില്ല എന്ന് മാത്രം. കാരണം ഇതിന്റെ വസ്തുത ജനം പഠിക്കട്ടെ, പഠിച്ചിട്ട് ഇതൊരു കരിനിയമമാണെന്ന് ജനം പറയട്ടെ. പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി റദ്ദ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ ഈ സാമൂഹിക വ്യവസ്ഥയെ മുഴുവൻ തകർത്ത് കളയുന്ന നിയമമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ തെളിവുകളുമായി വീണ്ടും വരാം. ഞങ്ങൾക്ക് തരാം, ഞങ്ങളതിന് വരുന്നുണ്ട്. എല്ലാ മേഖലയിലും ഞങ്ങളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഈ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് എന്താ പാട്? ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല, ഞങ്ങൾ അടുത്ത പ്രാവശ്യം മത്സരിക്കാനിരിക്കുന്നവരല്ല. പിന്നെ എന്താണ് ഒരു ഗവൺമെന്റ് ഇങ്ങനെ പുറകെ നടക്കണം? ഞങ്ങൾക്ക് എന്താ പണി? അതൊന്നുമില്ല. ഇവർ ചെയ്തതിലുള്ള അപാകത ചൂണ്ടാതിരിക്കാൻ നമുക്ക് കഴിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഗവൺമെന്റിനോട്, ഈ ജനതയോട് കൂറുണ്ടെങ്കിൽ ഈ നിയമം റദ്ദാക്കണം. ഈ ചട്ടമല്ല. ചട്ടത്തിൽ നിങ്ങൾ ഇനി ഫ്രീ ആക്കിയാൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ചട്ടമല്ല പ്രശ്നം. നിങ്ങൾ ക്രമപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സൗജന്യമാക്കിയാൽ പോലും അതിജീവന പോരാട്ടം സമ്മതിക്കില്ല. ഞങ്ങളുടെ ഭൂമിക്ക് നഷ്ടപ്പെട്ട അവകാശം സൗജന്യമായി തിരിച്ചു തരാമോ? ഭാവി നിർമ്മിതി, ഞങ്ങളുടെ മക്കൾക്കുള്ള നിർമ്മിതികൾക്ക് ഞങ്ങൾക്ക് മറ്റു പട്ടയങ്ങൾ അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചു തരാമോ? എന്തേ നിങ്ങൾ ഒളിച്ചു കളിക്കുന്നത്? നിങ്ങൾ എന്തേ ഈ സമ്മാനം ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാത്തത്? ഇവിടെ ഈ സമ്മാനം കൊടുത്തു എന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഈ സമ്മാനം ഇപ്പൊ പിൻവലിച്ചല്ല കുറെ പേർക്ക് ഇല്ലേ? ഈ വീടുകളെല്ലാം വരുന്നില്ല എന്ന് നിയമത്തിൽ അങ്ങനെ പറഞ്ഞോ? നിയമം തിരുത്തിയോ? മന്ത്രി പറഞ്ഞാൽ പോരല്ലോ. ഇഷ്ടംമാതിരി മന്ത്രി പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ മറ്റത്. എഴുത്തിൽ മാറ്റം വരുത്തുന്നില്ല. അപ്പൊ എഴുത്തിൽ മാറ്റം വരാത്താതെ ഇദ്ദേഹം ചെയ്യുന്ന, ഇവരുദ്ദേശിക്കുന്ന 2 ലക്ഷണം മറികടക്കാൻ ഈ നുണക്കഥകൾ കൊണ്ട് കഴിയും. ഇവർക്ക് ഒത്തിരി പാർട്ടി എഞ്ചിനീയറിംഗ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളെ ഭീകര പ്രസ്ഥാനത്തിന്റെ ആളെ എന്തെല്ലാം ആക്ഷേപം ഉദ്ദേശിച്ച് വെച്ചേക്കണം. ഇതെന്ത് രാജ്യം ഇത്? ഇവരുടെ അല്ലേ ഗവൺമെന്റ്, ഇവരുടെ അല്ലേ അന്വേഷണ ഏജൻസികൾ, ഇവരുടെ അല്ലേ പോലീസ്? ഈ കയ്യേറ്റക്കാരും മാഫിയയും എന്നും പറഞ്ഞിട്ടുണ്ടെന്നാൽ മതി, ഇവർ പിടിച്ചകത്തിടണ്ടേ? എല്ലാ കാലവും മാഫിയകൾ ആവുന്നു, അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണോ ഒരു ഭരണകൂടത്തിന്റെ അവകാശം, അവരുടെ ഉത്തരവാദിത്വം? എത്രയോ 36,000 ബ്രാഞ്ച് അവർക്ക്, 13,000 ബ്രാഞ്ച് CPIക്ക്, 3 ലക്ഷം വലിയ മെമ്പർമാരുള്ള മാണി. ഇവർ വലിയ സംഭവമല്ലേ? ഇവരെന്തിനാ ഈ ഒരു പാവപ്പെട്ട ഒരു ബ്രാഞ്ച് പോലും അതിജീവന പോരാട്ട വേദി ഇവരെ പേടിക്കുന്നു, ഭയപ്പെടുന്നു? എന്നിട്ട് എന്താ? കൊല്ലും, തെരുവി കൊല്ലും. അത് കഴിയും. അത് ഇവർക്ക് ബുദ്ധിപൂർവ്വമുള്ളതുകൊണ്ട് ഒരുപാട് നമ്മൾ കണ്ട 100ലധികം ആളുകൾ ചത്തൻ്റെ അവസ്ഥ നമുക്കും അറിയാം. നമ്മളെയും ചിലപ്പോൾ കൊന്നേക്കും. പക്ഷെ ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം, ഒന്നുകിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ അവസാനിപ്പിക്കും, ഇല്ലെങ്കിൽ ഇത് തിരുത്തിക്കും. ഞാനുണ്ടാവണം നിർബന്ധവുമില്ല. നിങ്ങൾ ചെയ്ത അത്രയ്ക്ക് മാരകവും ഒരു സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യവുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൻ്റെ കുറെ ആളുകൾക്ക് ഈ നിയമത്തിലും ചട്ടത്തിലും ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് പൊതുസ്ഥാപനങ്ങൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, ക്ലബ്ബുകൾ എന്ന് വേണ്ട അങ്ങനെ കുറെ പൊതുസ്ഥാപനങ്ങൾക്കെല്ലാം ഇത് ഈ പറയുന്ന ഈ ക്രമവൽക്കരണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പട്ടയം കൊടുത്തിരിക്കുന്ന യഥാർത്ഥ കൃഷിക്കും വീട് വെച്ച് താമസിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പള്ളികൾ ഉണ്ടായിട്ടുണ്ട്, പൊതുസ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബാങ്കുകൾ ഉണ്ടായിട്ടുണ്ട്, ആശുപത്രികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇതിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അല്ല, ഒരു കുറ്റകൃത്യത്തിന് അങ്ങനെ ഏതെങ്കിലും ദരിദ്ര വിഭാഗത്തെയാണോ ഒഴിവാക്കിയേക്കുന്നത്? ഒരേ കുറ്റകൃത്യം, ഞാനൊരു വീട് പണിത് കുറ്റമായിരിക്കെ എൻ്റെ തൊട്ടപ്പുറത്ത്, ഇപ്പോൾ ഇവിടെ ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് മൂന്നാറിലെ റിസോർട്ടിലേക്കാണ്, CPM പാർട്ടി ഓഫീസ് പണിത റിസോർട്ടിലേക്കാണ്. തൊട്ടപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ CPIയുടെ റിസോർട്ടിലേക്കാണ്. ഇത് പാർട്ടി ഓഫീസിൻ്റെ നാമധേയത്തിൻ്റെ ഒളിച്ചു കിടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്ത്യൻ സഭ അടക്കം, മുസ്ലിം സമുദായം അടക്കം പണിതിരിക്കുന്ന പള്ളികൾ കൂടാതെ ഒട്ടേറെ മദ്രസകൾ ഇവരുടെ പട്ടികയിൽ വരുന്നില്ല. മിക്ക പള്ളികൾക്കും വലിയ ഹോളുകളുണ്ട്. 7,000, ഞാൻ ഇന്നലെ ഇരുമ്പാത്തൊരു സ്ഥലത്ത് പോയി ഞാൻ പരിശോധിക്കുമ്പോൾ ഉണ്ട് 8,000 സ്ക്വയർ ഫീറ്റാണ്. അതിൻ്റെ അത് വരുന്നില്ല. അതെല്ലാം പള്ളിയുടെ കടത്തിക്കൊണ്ട് ഒളിച്ചു കടത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, അതാ ദൂരവ്യാപക പ്രത്യേകത സഭ മനസ്സിലാക്കിയിട്ടില്ല. മറ്റ് ബിൽഡിങ്ങുകളെ ഇത് കൈകാര്യം ചെയ്യും. അവർ ഉപയോഗിക്കപ്പെടുന്ന ഭൂമി തരം മാറ്റണം.
തരം മാറ്റമല്ല, ക്രമവൽക്കരിക്കണം. ഇപ്പൊ വള്ളി ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭൂമിയെ കുറിച്ചും കൂടി ഒരു വ്യക്തത വരണം. ആ ഭൂമിക്ക് അവരുപയോഗിക്കുന്ന പൂന്തോട്ടങ്ങളുണ്ട്, അവരുപയോഗിക്കുന്ന മറ്റ് ഇതര ഉപയോഗങ്ങളുണ്ട്, മഠങ്ങളുണ്ട്, എത്ര സ്ക്വയർ ഫീറ്റാ, ഇതെല്ലാം ഏത് പട്ടികയിൽ വരും? അത് സ്ഥാപനത്തിൽ വരുമോ? നടക്കില്ല. ഒന്ന്, ഈ പാർട്ടി ഓഫീസുകൾ വ്യാപകമായിട്ട് ഇപ്പോൾ പണിതിരിക്കുന്ന എല്ലാം വ്യാപാര സ്ഥാപനങ്ങളോട് കൂടിയാണ്. പാർട്ടി ഓഫീസായിട്ട് ഒരു സ്ഥലത്തും പണിതിട്ടില്ല. വലിയൊരു വരുമാന സ്രോതസ്സാണല്ലോ ഇത്. ഏറ്റവും വലിയ കമ്പനിയാണല്ലോ ഇന്ത്യയിലെ സംബന്ധിച്ച്. അപ്പൊ ഈ കക്ഷികളെ എല്ലാം ഒളിച്ചു കടത്താം ഈ പേരിലെന്ന് വിചാരിക്കേണ്ട, സമ്മതിക്കില്ല, ചോദ്യം ചെയ്യപ്പെടും. ഒന്ന്. രണ്ട്, 1 ലക്ഷം വരെ ഇവർ ചെയ്തു കൊടുക്കുന്നുള്ളൂ. കേരളത്തിൽ 1 ലക്ഷത്തിന് മുകളിലേക്ക് ഒരുപാട് നിർമ്മിതികൾ, 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കുള്ള നിർമ്മിതികളെ ഇവർ അതിൻ്റെ അകത്ത് സ്പർശിക്കാത്തത് എന്ത്? ഞാൻ പറയുന്നു, വലിയൊരു അഴിമതി കണ്ടുകൊണ്ടാണ്. കാരണം 1 ലക്ഷത്തിന് മുകളിലേക്കുള്ളവരെല്ലാം ബെഡാ ടീമുകളാണ്. ആ സാധനത്തിൽ എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ, ഇതിന്റെ 10ാം, ഇപ്പൊ എഴുതപ്പെട്ട ചട്ടത്തിന്റെ 10ാം നിയമത്തിൽ സർക്കാർ ഒരു പ്രത്യേക അധികാരം കൊടുത്തേക്കുക. അതായത് ഈ പറയപ്പെടുന്ന ലിസ്റ്റിൽ പെടാത്തതും എന്നാൽ പരിഗണിക്കപ്പെടേണ്ടതുമായ വിഷയങ്ങളിൽ ഉപാധിയോടെയോ പിഴയോടെയോ പിഴയില്ലാതെയോ ക്രമവൽക്കരിച്ചു തരാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു 10ാം ചട്ടം. ബാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, എല്ലാവരും വന്നു അതിൻ്റെ അകത്ത്. അതിൽപ്പെടാത്ത ആരാ? 1 ലക്ഷം വരെ ഇവിടെ ക്രമീകരിച്ച് വെച്ചേക്കുക. 1 ലക്ഷം വരെ, അതിൻ്റെ മുകളിലേക്കുള്ളവരാ അതിൽപ്പെടാത്തത്. അവർക്ക് വേണ്ടി നേരിട്ട് സർക്കാർ പൊതു താല്പര്യാർത്ഥം വേണമെങ്കിൽ ഒന്നും വാങ്ങാതെ, പൊതു താല്പര്യം എന്താ? 10 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 100 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് യൂസഫലിയുടെ ഹോള്. അപ്പം അവന് പൊതു താല്പര്യമായി. ആ പൊതു താല്പര്യത്തിന് 1 പൈസയും മേടിക്കണില്ല, 1 പൈസയും ഗവൺമെന്റിലേക്ക് മേടിക്കണില്ല എന്നാ പറഞ്ഞത്. ബാക്കി നമുക്ക് ഊഹിക്കാമല്ലോ. 1 ലക്ഷത്തിന് മേലെ പ്രമാണിക്ക് സൗജന്യം ചെയ്തു കൊടുക്കുമ്പോൾ എത്രയായിരിക്കും വാങ്ങിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. അതും നമ്മൾ ഉയർന്നു വരേണ്ടുന്ന ഒരു പ്രധാന പോയിന്റാണ്. ഈ 10ാം നിയമം ഏറ്റവും ക്രൂക്കഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കൈക്കൂലി ആയുധമാണ്. ഇത് ആദ്യത്തെ ഇടതുപക്ഷ സംഭവമല്ല, ഇവരുടെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. തരം മാറ്റൽ എന്ന് പറഞ്ഞ് കാസർഗോഡ് മുതൽ നമ്മൾ എല്ലായിടത്തും ബോർഡ് കാണുന്നത്. അതിലൂടെ പാർട്ടി ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി പാർട്ടി നേതാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ഒരു റൗണ്ടോട് കൂടി ഒരു സാമ്രാജ്യം, ഈ വിഷയം കൂടി കണക്കാക്കുമ്പോൾ സാമ്രാജ്യം പണിയുന്ന ഒരു വിഭാഗം കേരളത്തിൽ രൂപപ്പെടും. നമ്മളെപ്പോലുള്ളതെല്ലാം ഭയങ്കരമായി പിന്തള്ളപ്പെട്ടു പോകുന്ന ഈ പറയുന്ന ചട്ടത്തിൽ ഈ ക്രമവൽക്കരിക്കുന്നതോടെ ഈ ഭൂമി ആ കർഷകന്റെ സമ്പൂർണ്ണ അവകാശത്തിലേക്ക് ഇപ്പൊ പണമൊക്കെ അടച്ചു, ഇവർ പറയുന്ന പണമൊക്കെ അടച്ചു, ഇത് ഈ പറയുന്ന ഗവൺമെന്റ് നിശ്ചയിച്ച ഫീസ് അടച്ചു, ഈ പറയുന്ന പട്ടയമൊക്കെ കൊടുത്തു, എല്ലാം ചെയ്തു. ഈ ഭൂമിയുടെ സമ്പൂർണ്ണ അവകാശം യഥാർത്ഥ കർഷകന് കിട്ടുന്നുണ്ട്? അല്ല, അതാണല്ലോ പ്രശ്നം. ഞങ്ങളിപ്പോൾ ഈ പറയുന്ന തരം മാറ്റം വന്നാലേ അതിലേക്ക് എത്തുള്ളൂ. തരം മാറുന്നില്ല. ഇന്ന് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഞാനിപ്പോൾ കട്ടപ്പന ഒരു ജ്യേഷ്ഠനോട് ചോദിച്ചു, ഞാൻ എൻ്റെ 2019 20 സെന്റിന് 36 ലക്ഷം രൂപ ഈ മണ്ണിട്ട് നികത്തിന് അടച്ചിട്ടുണ്ട്. അതായത് പാടം നികത്തിയ എൻ്റെ കുറ്റത്തിന് ഞാൻ അടച്ചിട്ടുണ്ട്. ഞാൻ അവിടെ 16,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതിട്ടുണ്ട്. എനിക്ക് ഈ പ്രശ്നം ബാധിക്കുമെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ പട്ടയം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ പട്ടയാന്ന് പറഞ്ഞു. ഞാൻ ഒരു ബാധിക്കും. കാരണം നിങ്ങൾ ആ മണ്ണിട്ട് നികത്തിയ കുറ്റം 67 ലാൻഡ് യൂസുമായി ബന്ധപ്പെട്ട ചട്ടത്തിന്റെ ലംഘനമാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ചട്ടപ്രശ്നമാണ്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും 2 നിയമമാണ്. ആ കുറ്റം നിങ്ങൾക്ക് പരിഹരിച്ചു തന്നു. ഇനി ഈ കുറ്റത്തിനുള്ള ശിക്ഷ നിങ്ങൾക്ക് വരുന്നു. ഇനി പരിശോധിച്ച് വരുമ്പോൾ വേറെ ഏതെങ്കിലും ചട്ടം ഭാവിയിൽ കണ്ടുപിടിക്കൂര്. കാരണം ചട്ടം ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ആരെങ്കിലും മെയിൻ ചെയ്യണല്ലോ. ഇപ്പോൾ കേരളത്തിലെ കമ്പനികൾക്ക്, ഈസ്റ്റേൺ കമ്പനി അടക്കം കമ്പനികൾക്ക് കമ്പനി ചട്ടം അനുസരിച്ച് തൊഴിലാളികൾക്ക് തുപ്പാൻ വ്യാപകമായി തുപ്പക്കോളാമ്പി വേണം. 5 തൊഴിലാളികളുണ്ടെങ്കിൽ 5 പേർക്ക് ഒരു തുപ്പക്കോളാമ്പെങ്കിലും വേണം. നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും കമ്പനിയിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു സുപ്രഭാതത്തിൽ ഇവർ കയറിയിട്ട് പറയാം ചട്ടം പ്രകാരം തുപ്പക്കോളാമ്പിയില്ല, അതുകൊണ്ട് കമ്പനികളല്ല ഇതിനെ ക്രമവൽക്കരിക്കണമെന്ന് പറഞ്ഞാൽ ഇവർ പറയും ഇവർക്ക് ആ കാര്യത്തിൽ മനസ്സാക്ഷിയില്ല. എന്നിട്ട് ഇവരോട് തന്നെ പറയും നിങ്ങൾക്ക് വലിയൊരു രക്ഷ ഞങ്ങൾ തന്നു, ഞങ്ങൾ ഇത്രയും കോടി മുടക്കിയെങ്കിലും നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, തുപ്പക്കോളാമ്പി ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ കമ്പനികളെല്ലാം ക്രമവൽക്കരിക്കണം. ഇത് പറയൂര്. നമ്മൾ അതിനേക്കായി ഇവരെ വഴി വെച്ച് കൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇങ്ങനെ ക്രമവൽക്കരിച്ചാൽ ഈ പ്രശ്നം ഇല്ല, അത് കൃഷിഭൂമിയായി നിലനിൽക്കും. എന്റെ ഭൂമി ഒരിക്കലും മാറില്ല. വാണിജ്യ നിർമ്മിതികൾ പാടില്ല. 1 ഏക്കർ ഭൂമിയിൽ ഞാൻ ഒരു ചായക്കട വെച്ചിട്ടുണ്ട് 500 സ്ക്വയർ ഫീറ്റ്. ആ 500 സ്ക്വയർ ഫീറ്റ് ചായക്കട നടത്താനേ ക്രമവൽക്കരണം
നമുക്ക് അനുവദിക്കുന്നുള്ളൂ. ഈ കൃഷിഭൂമി മാറുകയോ ഭാവിയിൽ ഒരു കൊച്ചിന് അടുത്തൊരു കടയിടാനോ ഈ കട വികസിപ്പിക്കാനോ നമുക്ക് ഈ നിയമം അനുവദിക്കുന്നില്ല. അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പറയാൻ അതിജീവന പോരാട്ട വേദി? അല്ല, ജനം ഈ കാര്യത്തിൽ ബോധവാനാകണം. നമ്മളുടെ നിയമം, ഭരണം, നമ്മുടെ ചട്ടങ്ങൾ ഇതെല്ലാം നമ്മൾ നമുക്ക് വേണ്ടി നിർമ്മിക്കുന്നതിനാണ് നിയമസഭ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളാണ് അതിലേക്ക് വേണ്ട ഫണ്ട്, നമ്മുടെ അധ്വാനത്തിൻ്റെ 70% നമ്മൾ കൊടുക്കുന്നത്. നല്ല ഭംഗിയായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന്, ഭംഗിയായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയുമുള്ള നാടാണ് കേരളം. ഇവിടെ ആ കേരളത്തെ വളരെ മോശമായ ഒരു പിടിച്ചുപറി സംഘങ്ങൾ ആക്കി മാറ്റുന്ന, ഒരു പിടിച്ചുപറി കേന്ദ്രമാക്കി മാറ്റി നമ്മുടെ മക്കളെ വിദേശത്തേക്ക് നാട് കടത്തുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. നമ്മൾ എല്ലാവരും പ്രായമായവരാണ്. ഒരു പ്രതികരണവും ഇല്ലാതെ പോയാൽ ഇത് നാളുകളിൽ നമ്മുടെ മക്കളെയും എല്ലാവരുടെയും ഭാവി ഇല്ലാതാക്കി കളയും. അന്ന് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജാതി നോക്കാതെ, മതം നോക്കാതെ, സംഘടനകൾ എന്ന് പറയുന്നു നോക്കാതെ ഈ വിഷയം പഠിക്കാനും ശക്തമായി പ്രതികരിക്കാനും വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ പോലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കാനും ആത്മാർത്ഥമായി നിന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ഈ എപ്പിസോഡോടുകൂടി അവസാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരിൽ ഇത്രയും നേരം സംസാരിച്ചത് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിയാണ്. റസാഖ് ചൂരവേലി പങ്കുവച്ച ആശങ്ക, ആരോപണം, അല്ലെങ്കിൽ ഇടതു സർക്കാരിൻ്റെ ഈ ചട്ടങ്ങൾക്കെതിരെ, നിയമപരിഷ്കാരത്തിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ ഇടതുപക്ഷ നേതാക്കൾക്ക്, ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. ഇപ്പോൾ ഈ റസാഖ് ചൂരവേലി അതോടൊപ്പം തന്നെ UDFൻ്റെ നേതാക്കൾ എല്ലാം ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിൻ്റെ ഈ അധ്യായം ഇവിടെ